ഹായ്, ഇന്ന് നമുക്കൊരു പൂമീൻ കറി ഉണ്ടാക്കാം. ഇതാണ് പൂമീൻ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കറി വെക്കുന്നത്. ഇതൊരു 1/2 കിലോ പൂമീനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചൂടായ കറിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില, അതിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് പച്ചമുളകും കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കാം. ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തത്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ അതൊന്ന് ഇളക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത് കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ട പുളിയും കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ആ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പൂമീൻ അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീനൊക്കെ കറിയിലൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം മീൻ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് ഈ മീൻ വേകുന്ന സമയം അത്രയും നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ഈ മീനൊക്കെ നന്നായിട്ട് വേകും. ഇപ്പോൾ ആ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലാവശ്യമുള്ള ഉപ്പ് നമ്മൾ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. പരമാവധി നമ്മൾ സ്പൂൺ വെച്ചിട്ടുള്ള ഇളക്കാതിരിക്കുക, കാരണം മീൻ പൊടിഞ്ഞു പോകുമല്ലോ. അപ്പം ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കുക. ഇപ്പോഴത്തേക്കും നമ്മുടെ പൂമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.